ഈ ആളെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ? ആണാണോ പെണ്ണാണോ? ഓ, പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അതിൽ ആണും പെണ്ണും രണ്ടും പെടുമല്ലോ അല്ലേ? ഒന്നുകിൽ പെണ്ണ് അല്ലെങ്കിൽ ആണ് എന്ന് പറയണം, പെണ്ണാണ് എന്ന് പറയരുത്. ഏതാണ് ഇവര് ഈ വർഷത്തെ? ഓ അതെ, കറക്റ്റ്. ഈ വർഷത്തെ USA ടുഡേ ഏറ്റവും മികച്ച സ്ത്രീകളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന് കുറച്ചു കാലം മുമ്പ് വരെ ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ആ ഭാര്യനെ ഡൈവേഴ്സ് ചെയ്തു. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ആണായിരുന്നു. ഇപ്പോൾ ആരാണ്? പെണ്ണ് മാത്രമല്ല, എന്ത് പെണ്ണാണ്? ഈ വർഷം അങ്ങനെയല്ല, ഈ വർഷത്തെ ഏറ്റവും മികച്ച പെണ്ണുങ്ങളിൽ ഒരാളാണ് കേട്ടോ അദ്ദേഹം. പിന്നെ അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. എന്ന് മാത്രമല്ല, ബൈഡൻ അഡ്മിനിസ്ട്രേഷനിലെ വളരെ ഉയർന്ന പോസ്റ്റ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ സ്ത്രീ എന്നവർ അവകാശപ്പെടുന്ന ഈ പുരുഷൻ. ഓക്കെ, വളരെ ഉയർന്ന, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം ചാർജ് നോക്കുന്ന ആളാണ്. എന്ന് മാത്രമല്ല, LGBT കമ്മ്യൂണിറ്റിയുടെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ ഒരു പങ്കാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഇതാണ് അവസ്ഥ. അഡ്മിറൽ റേച്ചൽ ലിവൈൻ എന്നാണ് ഇവരുടെ പേര്. ഇത് അമേരിക്കയിലെ കാര്യം മാത്രമല്ല, ഇത് കേരളത്തിലെ നമ്മളെ മിനിസ്റ്റർ കഴിഞ്ഞ ബാലുശ്ശേരിയിൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട ആ സന്ദർഭത്തിൽ ഇറക്കിയ ഒരു ട്വീറ്റാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ ട്വീറ്റിൽ അവർ വ്യക്തമായി ഉപയോഗിച്ചിരിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ടു അച്ചീവ് ദിസ്, എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ഇക്വിറ്റിയും സെൻസിറ്റിവിറ്റിയും അച്ചീവ് ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് അവർ പറയുന്നുണ്ട്. അവർ സ്റ്റുഡൻസ് ഷുഡ് ഫസ്റ്റ് ഗിവൺ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഇൻ എ ഫ്രീ എൻവയോൺമെന്റ് ഫ്രീ ആയിരിക്കണം. എന്തിൽ നിന്നാണ് ഫ്രീ ആവേണ്ടതെന്നാണ് അവർ പറയുന്നത്? അൺഹിൻഡേഡ് ബൈ ദ ബേർഡൻ ഓഫ് സൊസൈറ്റീസ് ഹെറ്ററോനോർമറ്റീവ് എക്സ്പെക്ടേഷൻസ്. അതായത് ഇപ്പം നമ്മളൊരു ബേർഡൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഭാണ്ഡം നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാണ്ഡം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വരണം. എന്താണ് ആ ഭാണ്ഡം? ആ ഭാണ്ഡത്തിന്റെ പേരാണ് ഹെറ്ററോനോർമറ്റീവ് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ പ്രതീക്ഷ ഹെറ്ററോനോർമറ്റിവിറ്റിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്താണ് ഈ ഹെറ്ററോനോർമറ്റിവിറ്റി എന്നുള്ളത്, അല്ലേ? എന്താണ് ഹെറ്ററോനോർമറ്റിവിറ്റി എന്ന് വെച്ചാൽ ആരെങ്കിലും പറഞ്ഞോ? നമ്മളൊക്കെ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മളൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ അന്ധവിശ്വാസികളാണ്, വലിയ ഭാണ്ഡം പേറി നടക്കുന്ന ആളുകളാണ്. അതായത് ആണും പെണ്ണും തമ്മിലാണ് കല്യാണം കഴിക്കേണ്ടത്, ആണ് വേറെയാണ് പെണ്ണ് വേറെയാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് എന്ത് പറയുന്നത്? ഹെറ്ററോനോർമറ്റിവിറ്റി. ലോകത്ത് 2 തരത്തിലുള്ള ആളുകളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഒന്ന് ആണാണ്, ഒന്ന് പെണ്ണാണ്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആ സ്വാഭാവികമായ പ്രകൃതിപരമായ മനസ്സിലാക്കലിന്റെ പേരാണ് ഹെറ്ററോനോർമറ്റിവിറ്റി എന്ന് പറയുന്നത്. അതാണ് നോർമൽ. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ 2 ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സാധനമാണല്ലോ ഹെറ്ററോ എന്ന് പറഞ്ഞാൽ. പരസ്പര പൂരകങ്ങളായി ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഹെറ്ററോ എന്ന് പറയുന്നത്. ഇനി ഒരുപോലെയാണെങ്കിൽ നമ്മൾ ഹോമോ എന്ന് പറയാം, അല്ലേ? ഹോമോനോർമറ്റിവിറ്റിയാണ് അത്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ആ വിശ്വാസത്തെ എടുത്തു മാറ്റി ഇതല്ലാത്തൊരു സാമൂഹിക വിശ്വാസം കൊണ്ടുവരണമെന്ന് മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നലെ പത്രത്തിൽ വന്ന പങ്കാളി എന്നുള്ള മാറ്റം പോലും ക്രമാനുഗതമായി ആ മാറ്റത്തിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അവർ തകർക്കാൻ ആഗ്രഹിക്കുന്ന മൂല്യമാണ് ഹെറ്ററോനോർമറ്റിവിറ്റി. ഹെറ്ററോനോർമറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആണും പെണ്ണും എന്ന യാഥാർത്ഥ്യമാണ് ഹെറ്ററോനോർമറ്റിവിറ്റി, അല്ലേ? അപ്പൊ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ആണാണോ പെണ്ണാണോ? നിങ്ങൾ എന്നോട് ചോദിക്കാതെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ക്രിമിനൽ കേസ് കൊടുക്കാനുള്ള സാഹചര്യം അമേരിക്കയിലുണ്ട്. ഞാൻ ആണാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ലേ? ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ പറഞ്ഞാൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്നോട് ചോദിക്കാതെ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതാണ് നേരത്തെ പറ്റിയത്. നേരത്തെ അഡ്മിറൽ റേച്ചലിനെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയില്ലേ? പെട്ടെന്ന് ആണാണെന്ന് തോന്നിയില്ലേ? ആണാണെന്ന് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസായി മാറും. അപ്പോൾ ഹെറ്ററോനോർമറ്റിവിറ്റി എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ കുറേ പദങ്ങൾ നമ്മൾ നിങ്ങൾ പലതും ഫെമിലിയർ ആയിരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു വിവാദത്തിനെ, ഈ ഒരു സംവാദത്തിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കുറച്ച് ടേംസ് സെലക്ട് ചെയ്താണ്. ഒന്ന് സെക്സ് ആണ്, ഒന്ന് ജെൻഡർ ആണ്. സെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ, അല്ലേ? സെക്സ് എന്ന് പറഞ്ഞാൽ ഫെമിലിയർ അല്ലേ? എന്താണ് സെക്സ് എന്ന് പറഞ്ഞാൽ? സെക്സ് എന്ന് വെച്ചാൽ വേറെ തരം സെക്സ് ആക്ടിവിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കോളത്തിൽ സെക്സ് എന്ന് കണ്ടാൽ നമ്മൾ എന്ത് എഴുതും? മെയിൽ ഓർ ഫീമെയിൽ. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജെൻഡർ എന്ന് പറഞ്ഞാൽ
മെയിൽ ഓർ ഫീമെയിൽ അല്ലേ? 1950 വരെ അങ്ങനെയായിരുന്നു, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താണ്? വാട്ട് ഐ ഫീൽ എന്നുള്ളതാണ്. വാട്ട് ഐ ഫീൽ, ചുരുക്കത്തിൽ അതാണ് വാട്ട് ഐ ഫീൽ. എനിക്ക് എന്താണ് എന്നെക്കുറിച്ച് തോന്നുന്നത്, എൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ച് തോന്നുന്നത്, അതാണ് ജെൻഡർ എന്നാണ് അവരുടെ വ്യാഖ്യാനം. നമ്മുടെ വ്യാഖ്യാനം അങ്ങനെയല്ല. ഐഡന്റിറ്റി നിങ്ങൾക്കറിയാം, അത് തന്നെ സെൽഫ്, ഒരാൾ എങ്ങനെയാണോ ഐഡന്റിഫൈ ചെയ്യുന്നത് അതാണ് ഐഡന്റിറ്റി. സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആരോടാണോ ലൈംഗികമായ ആകർഷണം തോന്നുന്നത് അതിനെയാണ് നമ്മൾ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുക. കോമൺ ആയിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ് എന്ന് പറയുക. മെയിൽ ഫീമെയിൽ തമ്മിൽ സെക്ഷൽ ഓറിയന്റേഷൻ ഉണ്ട്, സാധാരണഗതിയിലുള്ള ഹെട്രോസെക്സ് എന്ന് പറയുന്നത് വേറെ, അല്ലെങ്കിൽ ഹോമോസെക്സ് ഉണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ബൈസെക്ച്വാലിറ്റി ഉണ്ട്, വേറെ എന്തുണ്ട്? ഗേ ആണ്, ഗേ സെക്ഷുവാലിറ്റി ഉണ്ട്, പിന്നെ എസെക്ഷുവൽ ആണ്, ആരോടും തോന്നാത്തതാണ് സെക്ഷൽ എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് പ്രത്യേകത. ഞാൻ ഇത്രയും ചോദിച്ചപ്പോഴും ആർക്കും മൃഗങ്ങളോടുള്ള ഒരു ആസക്തി ഓർമ്മയില്ലല്ലോ. അയ്യോ, ജെൻഡർ എന്ന് പറയുന്ന ഏതെങ്കിലും ഡിസ്കഷനിൽ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെന്താ പറയാ, മൃഗങ്ങളോട് ഒരാൾക്ക് അങ്ങനെ ആസക്തി തോന്നുന്നുണ്ടെങ്കിൽ ബെസ്റ്റിയാലിറ്റി. അതെന്തുകൊണ്ടാ? ഗേ പറയുന്നുണ്ട്, ലെസ്ബിയൻ പറയുന്നുണ്ട്, ബൈസെക്ഷൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാ അവിടെ ബെസ്റ്റിയാലിറ്റി വരാത്തത്? ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, ജർമ്മനിയിൽ സമീപകാലത്ത് വരെ മൃഗവേശ്യാലയങ്ങൾ ഉണ്ടായിരുന്നു, മനുഷ്യർക്ക് പോകാനുള്ള. മൃഗങ്ങളുടെ അറേഞ്ച്ഡ് ആയിട്ടുള്ള വേശ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു സാധനം ഇവിടെ പരാമർശിക്കപ്പെടുന്നില്ല. നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് എല്ലും ജിയും ബിയും മാത്രമാണ് അക്കാര്യത്തിൽ, അല്ലെ? എന്തായാലും അതാണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ സിസ് ജെൻഡർ എന്ന് പറഞ്ഞാലോ, ആരാണ് സിസ് ജെൻഡർ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ സിസ് ജെൻഡറാണ്, നമ്മളൊക്കെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സിസ് ജെൻഡർ എന്നൊക്കെ പറയാവുന്ന കാറ്റഗറിയിലാണ് സാധാരണ ഉള്ള സെക്ഷൽ ഓറിയന്റേഷനുള്ള ആളുകൾ, പരസ്പരം ആകർഷിക്കപ്പെടുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി നിങ്ങൾക്കറിയാം, നമ്മുടെ ചർച്ചയിൽ വന്നതാണ്. ഹെറ്ററോനോർമറ്റിവിറ്റി നമ്മൾ പറഞ്ഞു. ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് ജെൻഡർ എക്സ്പ്രഷനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരാണാണെന്നാണല്ലോ സങ്കല്പം, അല്ലേ? അങ്ങനെ വെക്കാം, ഞാനൊരാണാണ്, പക്ഷെ എനിക്ക് സാരിയൊക്കെ കൊടുത്ത് നടക്കണം, ഒരു പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ നീട്ടി അങ്ങനെ നടക്കണം എന്നാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പെണ്ണാണ് എന്നൊന്നും അർത്ഥമില്ല, പക്ഷെ എൻ്റെ ജെൻഡർ എക്സ്പ്രഷൻ അവിടെ എന്തായിരിക്കും? പെണ്ണിൻ്റെതായിരിക്കും. ഇതുപോലെ ഒരു പെണ്ണിന് ജെൻഡർ എക്സ്പ്രഷൻ പ്രകടിപ്പിക്കാം. അതിനെയാണ് ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരാൾ എന്ത് ജെൻഡർ എക്സ്പ്രഷൻ പ്രകടിപ്പിക്കണം എന്നുള്ളത് അയാളുടെ ഫ്രീഡാണ്. അതുകൊണ്ട് അയാൾ മെയിലോ ഫീമെയിലോ ഒന്നും ആണെന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. അയാളുടെ ജെൻഡർ എക്സ്പ്രഷൻ ഇതാണെന്ന് മാത്രമേ നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. ശരിയല്ലേ? ആണ്. അടുത്ത എന്താ ബാക്കിയുള്ളത്? ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് വെച്ചാൽ ഇതാ ജെൻഡർ, ഇതിനകത്തെ വെള്ളം കണ്ടില്ലേ, ഇതുപോലെ ഫ്ലൂയിഡാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിച്ചു പിടിച്ചാൽ ആ വെള്ളം അങ്ങോട്ട് പോവും, താഴോട്ട് പോവും, പിന്നെ തിരിച്ചു കയറും, തിരിച്ചു മറിയും. ഇതിനാണല്ലോ നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയാം. ഇതുപോലെ ജെൻഡർ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. രാവിലെ നിങ്ങൾക്ക് ആണായി തോന്നി, വൈകുന്നേരം ആകുമ്പോൾ എന്തായി തോന്നാം? പെണ്ണായി തോന്നാം, അല്ലേ? കേരളത്തിലിരിക്കുമ്പോൾ ആണായി തോന്നിയ മനുഷ്യൻ അമേരിക്കയിലെത്തുമ്പോൾ എന്തായി തോന്നാം? പെണ്ണായി തോന്നാം. കുറെ പെണ്ണുങ്ങളൊക്കെ നടുവിൽ ജീവിച്ച് ഇതൊക്കെ രസമുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ അയാൾ പതിയെ ഫ്ലൂയിഡായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പൊ ജെൻഡർ ഒഴുകാൻ പറ്റുന്ന ഒരു സാധനമാണ്, റിജിഡ് ആയിട്ടുള്ള സാധനമല്ല, മാറിക്കൊണ്ടിരിക്കാം. ഈ മാറിക്കൊണ്ടിരിക്കുന്ന സാധനം വെച്ചിട്ട് ഒരാൾക്ക് നിങ്ങൾക്ക് ആണാണോ പെണ്ണാണോ തീരുമാനിക്കാൻ കഴിയുമോ? പറ്റുമോ? ഇല്ല, പറ്റൂല. അതായത് നമ്മളെ കൺഫ്യൂഷനിലാക്കുക എന്നുള്ളതാണ് ഈ കൺസെപ്റ്റിന്റെ ഒക്കെ ഒരു പ്രത്യേകത. ഇത് ഫ്ലൂയിഡാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാനുള്ളതുകൊണ്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഹെറ്ററോനോർമറ്റിവിറ്റി, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരാൾ ആണാണോ പെണ്ണാണോ എന്നെങ്ങനെ തീരുമാനിക്കുന്നൊരു ചോദ്യം വന്നില്ലേ? നേരത്തെ ഞാൻ ചോദിച്ചില്ലേ? അതിൻ്റെ ആൻസർ എനിക്കിപ്പോൾ വേണം. എങ്ങനെ തീരുമാനിക്കും? ഒരു കുട്ടി ജനിച്ചു, ആണാണോ പെണ്ണാണോ എങ്ങനെ തീരുമാനിക്കും? ജെനിറ്റാലിയ നോക്കിയിട്ട് തീരുമാനിക്കാം, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വീസ്മാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ വളരെ പ്രമുഖമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ ഈ അടുത്ത് നടത്തിയൊരു പഠനത്തിൽ, 2017 നടത്തിയ പഠനത്തിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ഫാക്റ്റാണ്, 6500 ജീനുകൾ മനുഷ്യ ശരീരത്തിൽ അവയുടെ പണി തന്നെ
ജെൻഡറിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ആണിനെ ആണായി കാണിക്കുക, പെണ്ണിനെ പെണ്ണായി കാണിക്കുക, ഈ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള പണിയാണ് അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. 6500 കണ്ടെത്തിയ ജീനുകൾ മാത്രമാണ് കേട്ടോ. ഇത്രയും ജീനുകളുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവയുടെ പണി തന്നെ ഡിഫറൻ്റ്ലി ബിറ്റ്വീൻ അതായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അസൈൻഡ് സെക്സ് എന്നാണ് ഇന്നത്തെ ലോകം വിളിക്കുന്നത്. എന്താണ് അതിൻ്റെ പേര്? അസൈൻഡ് സെക്സ്. ആരാണ് അസൈൻ ചെയ്തത്? ഡോക്ടർ നോക്കി പരിശോധിച്ച് അസൈൻ ചെയ്തു. അതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? അസൈൻഡ് സെക്സ്. സത്യത്തിൽ ഇത് അസൈൻഡ് സെക്സ് ആണോ? ഇപ്പം ഈ പരിപാടി ഞാനല്ലെങ്കിൽ വേറെ ആരും എടുക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ഡോക്ടർ ബാസിലിനെ ഷാഫിക്ക് ഏൽപ്പിക്കുന്നു എന്ന് വിചാരിച്ചോ, ഞാൻ ഈ പരിപാടി എടുക്കാൻ അസൈൻഡ് ആണ്. ഞാൻ അല്ലെങ്കിൽ വേറൊരാളെ എനിക്ക് ഷാഫിക്കൊക്കെ അസൈൻ ചെയ്തൂടെ? അതിനാണ് നമ്മൾ അസൈൻഡ് സെക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ആണാണെങ്കിൽ ആ കുട്ടിയെ പെണ്ണായിട്ട് അസൈൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാത്തൊരു അസൈൻമെന്റ് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അസൈൻഡ് സെക്സ് എന്ന് പറയുന്നതിൽ പോലും തെറ്റായ ഒരു രാഷ്ട്രീയം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഉപയോഗിച്ചിട്ടാണ് അവർ റീ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ വേറൊന്നാക്കി മാറ്റിത്തരാം. ഇല്ല, ഇത് അസൈൻഡ് അല്ല, ഇത് അക്നോളജ്ഡ് സെക്സ് ആണ്. എന്ന് വെച്ചാൽ ഉള്ളൊരു സാധനത്തെ ഇപ്പോൾ ഭൂമി ഉരുണ്ടിട്ടാണ്, അത് അസൈൻഡ് ഷേപ്പാണോ ഭൂമിയുടെ? ആണോ? അല്ല. നിങ്ങൾക്കത് അക്നോളജ് ചെയ്യാനേ കഴിയുള്ളൂ. നിങ്ങൾക്കത് റൗണ്ട് ആണെന്ന് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ. അത് മാറ്റാൻ കഴിയില്ല. മാറ്റുന്ന സാധനത്തെയാണ് നമ്മൾ അസൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിൽ നമ്മൾ ഓർമ്മിക്കണം. ആ പദപ്രയോഗം തന്നെ സത്യത്തിൽ റോങ് ആണ്. അസൈൻഡ് സെക്സ് അല്ല, അത് അക്നോളജ്ഡ് സെക്സ് ആണ്. അതുകൊണ്ട് തന്നെ റീ അസൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രോമസോമൽ ഡിഫറൻസ് ആണും പെണ്ണും തമ്മിലുണ്ട് എന്ന് മാത്രമല്ല, ആ ഒരു ഡിഫറൻസിൽ നിന്നാണ് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ ഗർഭപാത്രം എന്ന് പറയുക, യൂട്രസ് ഉണ്ടാവണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് അല്ലേ? ഓവറി ഉണ്ടാവണോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റിസ് ആണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ക്രോമസോമൽ ചേഞ്ചിന്റെ ബേസിലാണ്. അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇനി അതല്ല, എക്സ്റ്റേണൽ ജെനിറ്റാലിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പുറത്തുള്ള ലൈംഗിക പ്രത്യുൽപാദന അവയവങ്ങളെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇനി അതല്ല, സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്, ചിലപ്പോൾ ഹോർമോണൽ ഡിഫറൻസ് കൊണ്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും നമ്മൾ അങ്ങനെയാണ് പൊതുവെ ആളുകളെ തിരിച്ചറിയുന്നത്. മീശയും താടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇതാണാണെന്ന് നമ്മൾ പൊതുവിൽ ധരിക്കും. അത് മീശയും താടിയും മാത്രമല്ല, ശരീരത്തിൽ പല പല വ്യത്യാസങ്ങളും ഇതനുസരിച്ചുണ്ട്. നമ്മുടെ കഴുത്തിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, താടിയലിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വികസിച്ചു വരുന്ന ഒരുപാട് സംഗതികളിൽ നമുക്ക് ഈ വ്യത്യാസം കാണാൻ സാധിക്കും. ആ വ്യത്യാസങ്ങളും ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവായിട്ട് തന്നെ നമുക്ക് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേസമയം നമ്മൾ ജെൻഡർ നോക്കിക്കഴിഞ്ഞാലോ എന്താ സംഭവിക്കുന്നത്? ജെൻഡർ എന്ന് പറയുന്നത് പണ്ട് 1950 മുമ്പൊക്കെയുള്ള കാലഘട്ടത്തിൽ ഗ്രാമറിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കായിരുന്നു ജെൻഡർ എന്നുള്ളത്. നമ്മൾ സെക്സ് എന്ന് ഉപയോഗിക്കും പോലെ തന്നെ മെയിൽ ജെൻഡർ, ഫീമെയിൽ ജെൻഡർ എന്നൊക്കെ പറയാൻ ഗ്രാമറിൽ, ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടേം മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് അതിന് പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ജെൻഡറിന് വലിയ രാഷ്ട്രീയം വന്നത്. ഇപ്പം അവർ പറയുന്നു ഒരാൾക്ക് തോന്നുന്നതാണ് അയാളെക്കുറിച്ചുള്ള സത്യം, അതാണ് ജെൻഡർ എന്ന് പറയുന്നത്. എൻ്റെ ജെൻഡർ എനിക്ക് തീരുമാനിക്കാം എന്നാണ് അവർ പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ വാട്ട് ഐ ഫീൽ എന്നുള്ളതാണ് ജെൻഡർ എങ്കിൽ നമ്മൾ ചോദിക്കുന്നു, സയൻസ് തന്നെ ഇവർ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കൊട്ടാഡ് സിൻഡ്രോം എന്ന് പറയുന്ന വാക്കിംഗ് കോർപ്സ് സിൻഡ്രോം. ഒരു മനുഷ്യന് തോന്നുകയാണ് ഞാൻ മയ്യത്താണെന്ന് തോന്നുകയാണ് അയാൾക്ക്, എനിക്ക് ജീവനില്ല. ഉണ്ട്, അങ്ങനെ ഞാൻ വെറുതെ പറയില്ല, അങ്ങനെ തോന്നുന്ന മനുഷ്യരുണ്ട്. അതായത് എനിക്ക് ജീവനില്ലാത്ത ശരീരഭാഗമാണ് ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടലി തന്നെ എനിക്കിപ്പോൾ ജീവനില്ല, മയ്യത്താണ് എന്നൊരാൾ വിചാരിക്കുന്നു. നിങ്ങൾ എന്താ അയാളെ ചെയ്യുക? വാട്ട് ഐ ഫീൽ അല്ലേ ജെൻഡർ. ആ ജെൻഡറിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക? മാമനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പള്ളിക്കാട്ടിലേക്ക് പോകാന്നാണ് പറയാ? ആണോ? ആരുടെ അടുത്തേക്കാണ് നിങ്ങൾ അയക്കുക? അല്ലേ? നമുക്കതിൽ തർക്കമില്ലല്ലോ, ഉണ്ടോ? ഇനി അടുത്ത ആൾ നോക്കാം, ബോൺത്രോപ്പി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലൈക്കാൻത്രോപ്പി, ബോൺത്രോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് മേഞ്ഞ് നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് സ്വയം തോന്നുന്നത് അവരാരായിട്ടാണ്? പശുവായിട്ട് അല്ലെങ്കിൽ കാളയായിട്ടൊക്കെ തോന്നുകയാണ്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഉടനെ അങ്ങാടി പോയിട്ട് എന്താ ചെയ്യുക? ഒരു കയറ് വാങ്ങിക്കൊണ്ടുവരും അല്ലേ, കഴുത്തിലിടാൻ വേണ്ടി. ആണോ? എന്നിട്ട് തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുമോ? നമ്മൾ ആരെങ്കിലും കെട്ടുമോ? ഈ ജെൻഡർവാദികൾ കെട്ടുമോ? ഇല്ലല്ലോ.
അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെയല്ലേ? അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമോ? ഇല്ല, ഒരിക്കട്ടെ. ഇനി ഞാൻ അതൊക്കെ പോട്ടെ, ഇവിടെ വേറെ സാധനം ഉണ്ടല്ലോ, ബോഡി ഇൻറ്റഗ്രിറ്റി ഡിസോർഡേഴ്സ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം സ്ട്രോക്കൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ കൈ ഒരു സ്വയം ചലിക്കുന്ന സ്വന്തം എന്താ പറയുക ബ്രെയിനുള്ള ഒരു സാധനത്തെ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥകളൊക്കെ മനുഷ്യർക്കുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാറില്ല. ഇനി ഞാനിവിടെ വരുമ്പോൾ ഷാഫിക്കൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പറയാണ്, സംഗതി ക്ലാസ്സൊക്കെ ഞാൻ എടുത്തോളാം, പക്ഷേ ഞാൻ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 4 വയസ്സുള്ളൊരു കുട്ടിയായിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിന് പകരം ഇവിടെ പാൽക്കുപ്പിയൊക്കെ കൊണ്ടാക്കുമോ? നിങ്ങൾ അംഗീകരിച്ചു തരുമോ? ഇല്ല, അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. വാട്ട് ഐ ഫീൽ, എൻ്റെ ഏജ് എനിക്ക് തോന്നുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജോലി തരുമോ? വോട്ട് ചെയ്യാൻ അവകാശം തരുമോ? ഇല്ല. നമുക്ക് എല്ലാത്തിനും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ടൊരു മാനദണ്ഡവും ഇല്ലാത്തൊരു സംഗതി, ഞാൻ ആണാണെന്ന് പറയുമ്പോൾ അയാൾ ആണായിട്ട് അംഗീകരിക്കുക, പെണ്ണാണെന്ന് പറയുമ്പോൾ പെണ്ണായിട്ട് അംഗീകരിക്കുക, ഇതിനെന്താണ് ഒരു മീനിങ് ഉള്ളതെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്നില്ല അല്ലേ? പക്ഷെ അവർ പറയുന്നു, ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, ഒരു കോട്ടാർഡ് സിൻഡ്രോം പേഷ്യൻ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ ചികിത്സിക്കും. നേരെ മറിച്ച് ഒരു കുട്ടി ഡോക്ടറുടെ അടുത്തേക്ക്, ഇന്ന് അമേരിക്കയിലുള്ള ഇനി ഭാവിയിൽ ഇന്ത്യയിലേക്കുമുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഐ ഫീൽ ലൈക്ക് എ ഗേൾ. ആ കുട്ടി പറയാണ്, അയാളെന്ത് ചെയ്യും? തിരിച്ചയക്കുമോ? വെരി ഗുഡ്, വണ്ടർഫുൾ, യു ആർ എ ഗേൾ, കം ഓൺ, ഇല്ലേ? അതല്ലേ ഇപ്പോൾ പറയാ? അങ്ങനെ പറയാൻ പാടുള്ളൂ. നേരെ മറിച്ച് ആ കുട്ടിയെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിന് വിധേയമാക്കിയിട്ട്, അല്ല മോളെ നീ ആണ്, അല്ല മോനാണോ മോളാണോ വന്നത്? ഇപ്പോൾ മോളാണ് വന്നത്, മോനാവണം അല്ലേ? മോൻ വന്നു, മോളാവണം എന്നുള്ളതാണ്. അപ്പോൾ അല്ല മോനെ, നീ യഥാർത്ഥത്തിൽ മോൻ തന്നെയാണ്, കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, എൻ്റെ ശരീരമൊക്കെ മോൻ്റെതാണ്, അതുകൊണ്ട് നീ മോനായിട്ടാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കും. അത് അമേരിക്കയിലായിരുന്നു ഇതുവരെ, ഇപ്പം ഇനിയിപ്പോൾ ഇന്ത്യയിലും കേസെടുക്കാൻ പോകും. അതിന് കൺവേർഷൻ തെറാപ്പി എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ഈ ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? അഫർമേഷൻ തെറാപ്പി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി നിനക്ക് പെണ്ണായിട്ട് ജീവിക്കാൻ പറ്റും, അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാം, നമുക്കൊരു ഈ മരുന്ന് കഴിക്കണം, ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആളെ കൺസോൾ ചെയ്തിട്ട് ശരിയാക്കി ഒക്കെ റെഡിയാക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ല? അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. ഈ 2 മനുഷ്യന്മാരെ പരിചയമുണ്ടോ? ആർക്കെങ്കിലും അറിയാം? സിമോൺ ദി ബൂവേർ എന്ന് പറയുന്ന ആളാണിത്. അവർ വലിയ ഫെമിനിസ്റ്റ് ആയിരുന്നു. അവരുടെ ഒരു വാക്ക്, അവരുടെ ഒരു സെൻറ്റൻസ് സാധാരണ കോട്ട് ചെയ്യപ്പെടാറുണ്ട്. 1 ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എ വുമൺ. നിങ്ങൾ പെണ്ണുങ്ങളാന്നൊക്കെ പറയുന്നത് അങ്ങനെ പെണ്ണുങ്ങളായി ജനിക്കുന്നതൊന്നുമല്ല, പെണ്ണുങ്ങളായി തീരുന്നതാണ്. സമൂഹം നിങ്ങളെ പെണ്ണുങ്ങളാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ അതിൽ കുടുങ്ങരുത് എന്നാണ് അവർ പറയുന്നത്. അതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബുക്കാണ് സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് സെക്സിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട മറ്റൊരാളാണ് അപ്പുറത്ത് കാണുന്ന ഫോട്ടോ. അയാളുടെ പേര് ജോൺ മണി എന്നാണ്. അയാളുടെ പേര് നമ്മുടെ ഈ ചരിത്രത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ജോൺ മണിയുമായി ബന്ധപ്പെട്ടൊരു കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കഥയല്ല, ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ തിയറീസാണ് പിന്നെ ജെൻഡർ തിയറികൾക്കൊക്കെ സ്വാധീനമായി വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ മേഖലയിൽ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പരീക്ഷണം, പരാജയപ്പെട്ട ഒരു പരീക്ഷണത്തിൻ്റെ തെളിവിലും ചെലവിലുമാണ് സത്യത്തിൽ ഈ ജെൻഡർ തിയറികൾ പടർന്നു പിടിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ കഥ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കണം. കേട്ടിട്ടുണ്ടല്ലേ? 2 കുട്ടികൾ വന്ന കഥ. 2 മാതാപിതാക്കൾക്ക് 2 ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നു. ആ ഇരട്ടക്കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഫിമോസിസ് എന്ന് പറയുന്ന ലൈംഗിക പെനിസിൻ്റെ അടുത്തുള്ള ഒരു രോഗം മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സർക്കംസിഷൻ ചെയ്യുന്നു, മാർക്കം ചെയ്യാന്ന് പറയില്ലേ, അത് ചെയ്തപ്പോൾ ഏകദേശം പെനിസിൻ്റെ 1/4 ഭാഗം നഷ്ടപ്പെടുന്നു. ആ കുട്ടികളുമായി ഇദ്ദേഹമാണെങ്കിൽ പുതിയൊരു തിയറി ആ സമയത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്ന പെണ്ണാക്കിയും പെണ്ണിനെ ആണാക്കിയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആവുന്നായിരുന്നു. അങ്ങനെ പാരൻസ് ഇയാളെടുത്ത് കൊണ്ടുവരുന്നു. ഇയാളത് നല്ലൊരു അവസരമായിട്ട് കാണുന്നു. അതിൽ ബ്രൂസ് എന്ന് പറയുന്ന കുട്ടിയെ ഇദ്ദേഹം പെണ്ണായിട്ട് വളർത്താൻ തീരുമാനിക്കുന്നു. ആ ബ്രൂസിന് പ്യൂബർട്ടൽ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നു, ഹോർമോൺസ് കൊടുക്കുന്നു. നിരന്തരമായി അയാളെ പെണ്ണാക്കാൻ ശ്രമിക്കുന്നു. പെണ്ണിൻ്റെ പേര് കൊടുക്കുന്നു, ബ്രെൻഡ എന്ന് പേര് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വളർത്തിയിട്ടും 13ാമത്തെ വയസ്സ് വരെ ഇയാൾക്ക് പെണ്ണ് എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ സ്വയം തോന്നിയില്ല. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഡേവിഡ് അദ്ദേഹത്തോട് സത്യം തുറന്നു പറയുന്നു. അതിനുശേഷം ആ കുട്ടി തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു. ഒരുപാട് സർജറികൾ ഇദ്ദേഹം ചെയ്തിരുന്നു. സർജറികൾ മാത്രമല്ല, ആ 2 കുട്ടികളെ വെച്ചിട്ട് നികൃഷ്ടമായ ലൈംഗിക പരീക്ഷണങ്ങൾ പോലും നടത്തിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ സമയത്ത് ആ കുട്ടി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ഓപ്പറേഷനൊക്കെ ചെയ്യുന്നു. പിന്നീട് കല്യാണം കഴിക്കുന്നു. അതൊന്നും വിജയിക്കുന്നില്ല. ഒടുവിൽ 39ാമത്തെ വയസ്സിൽ ആ യുവാവ് ആത്മഹത്യ ചെയ്യാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിൽ പരാജയപ്പെട്ടുകൊണ്ട്. അതേസമയത്ത് തന്നെ മയക്കുമരുന്നിന് അടിമയായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഈ പരീക്ഷണങ്ങളിൽ മനമെടുത്ത് ആത്മഹത്യയാണ്. പക്ഷേ ഈ ആത്മഹത്യ ചെയ്ത സ്റ്റോറി പിന്നീട് 2010
12 മറ്റോ ആണ് ന്യൂയോർക്ക് ടൈംസിൽ വരുന്നത്. പക്ഷെ അതിന് മുമ്പുള്ള ലോകം ഇത് സത്യമാണെന്ന് വിചാരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ പ്രചാരങ്ങളിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും അങ്ങനെ വളർത്താൻ കഴിയുമെന്നതിൻ്റെ തെളിവാണ് അത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതൊരു പരാജയമാണ്. അങ്ങനെ ആർക്കും വളർത്താൻ കഴിയില്ല. അങ്ങനെ ഒരു സർജറി വിജയിപ്പിക്കാനും കഴിയില്ല. അങ്ങനെ ഒരു സർജറി വിജയിച്ച ചരിത്രവുമില്ല. താൽക്കാലികമായി നമുക്ക് കുറേ സംഗതികൾ ചെയ്യാം. ഇപ്പോൾ അവർ ചെയ്യുന്നതാണ്. ഞാൻ പറയാം, അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പ്രചാരണങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ കൂലങ്കഷമായി നടന്നുകൊണ്ടിരിക്കുക. ലോകത്ത് പബ്ലിഷ് ചെയ്ത ബുക്കുകളുടെ എണ്ണം 2010 നിന്ന് 16 ഈ LGBT പ്രോ ബുക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 നിന്ന് 80 ആവുന്നു. ഫിലിമുകൾ വലിയ തോതിൽ സ്വാധീനിക്കുന്നു. ഇപ്പോൾ ഈ കൊറിയൻ ഫിലിംസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മളൊന്നും കാണാറുണ്ടാവില്ല, പക്ഷേ നമ്മുടെ കുട്ടികൾ, യങ് ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന കൊറിയൻ മൂവീസ് LGBT ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യുന്ന മൂവീസാണെന്ന് നമുക്കറിയാം. ഈ ബിഗ് ബോസിൽ തന്നെ 4 പാർട്ടിസിപ്പൻ്റ് LGBT കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു സമീപകാലത്തുണ്ടായത്. അതിൽ ഒരാൾ വളരെ ഫേമസ് ആണ്, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ഇൻ്റർവ്യൂകളാണ് അയാൾ കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നിലക്കത്തെ തന്നെ കേരളത്തിലെ പാഠ്യപദ്ധതി തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പല ഉദ്ധരണികളും വളരെ വിവാദവും പ്രമാദവുമാണ് നമുക്കറിയാം. അത് LGBT കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം എന്നുള്ള പേരിൽ ഇത്തരത്തിലുള്ള ട്രെൻഡുകളെ പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഉദ്ധരണികളാണ് ചിലതൊക്കെ നമ്മൾ കാണുന്നത്. സെക്സ്, ജെൻഡർ തമ്മിലുള്ള ആശയപരമായ വ്യത്യാസം മനസ്സിലാക്കുക, ലിംഗസമത്വം, ലിംഗനീതി എന്നിവ പരിചയപ്പെടുത്തുക. ഇതൊക്കെ അതിലുള്ളതാണ്. ആരെയാണ് ഈ പരിചയപ്പെടുത്തുന്നത്? കുട്ടികളെയാണ്, ചെറിയ കുട്ടികളെ. ഇതിലൂടെയൊക്കെ എന്താണ് നടക്കേണ്ടത്? ഇതിലൂടെയൊക്കെ ലിംഗ വേർതിരിവില്ലാത്തൊരു സമൂഹം എന്ന് വെച്ചാൽ ആണും പെണ്ണും തമ്മിലുള്ള വേർതിരിവ് കുറച്ച് കൊണ്ടുവരിക, ആ തരത്തിലുള്ള മാനസികാവസ്ഥ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നാണ്. അത് തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിലൂടെയും അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി ആണിനെയും പെണ്ണിനെയും വ്യത്യാസങ്ങളില്ലാതെ, അതിരുകളില്ലാതെ സമീപിക്കാവുന്ന ഒരു അന്തരീക്ഷം വിദ്യാലയങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കുക, അത്തരത്തിലുള്ളൊരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കുക. അതിനുവേണ്ട ലാംഗ്വേജസ് പ്രയോഗിക്കുക. ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് എന്ന് പറയുന്ന അതാണ്. അവൻ, അവൾ എന്ന് പറയാൻ പാടില്ല. ദേ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അവർ എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പോലീസ് മാൻ എന്നോ പോലീസ് വുമൺ എന്നോ പറയാൻ പാടില്ല. പോലീസ് ഓഫീസർ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഭാര്യ എന്ന് പറയാൻ പാടില്ല. ഭർത്താവ് എന്ന് പറയാൻ പാടില്ല. ഇണ അല്ലെങ്കിൽ പങ്കാളി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതാണ് ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാടി എന്നോ ഇവിടെ വാടാ എന്നോ ആരോടും പറയാൻ പാടില്ല, അല്ലേ? അവൾ, അവൻ എന്ന് സൂചിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ്, ജെൻഡർ ന്യൂട്രൽ ഫാമിലി, ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽസ്, ജെൻഡർ ന്യൂട്രൽ ബാത്റൂംസ്, അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രൈഡ് എന്ന് പറയുന്ന ഹോമോസെക്ഷ്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നത് വാൾമാർട്ട് പോലെയുള്ള വലിയ വലിയ കമ്പനികളാണ്. ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ട് ഈ കേരളത്തിലടക്കം ഇതിപ്പോൾ നടന്നു തുടങ്ങി എന്ന് നമുക്ക് കാണാം. ഇത് അതേപോലെ തന്നെ LGBT പേരിൽ ഖത്തർ വളരെയധികം വിമർശിക്കപ്പെടുന്നത് നമുക്ക് കാണുന്നുണ്ട്. ക്യാൻസൽ കൾച്ചർ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ പോലുള്ളവരുടെ പ്രവേശനം തന്നെ നിഷേധിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്രയധികം പൊളിറ്റിക്കൽ ഫോഴ്സ് അവർ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. ഇപ്പോൾ തുടങ്ങിയതല്ല. ഈ ഹോമോസെക്ഷ്വാലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ DSM മാനുവൽ, സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായ ഒരു ബുക്കിനെ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് മാനുവൽ എടുക്കാമെങ്കിൽ അതിൻ്റെ പേരാണ് DSM മാനുവൽ. ഈ DSM മാനുവലിൽ 1973 വരെ ഈ ഹോമോസെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിസോർഡർ ആയിട്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അത് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. ആ എടുത്തു മാറ്റപ്പെട്ടതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ളത് വോട്ടിനിട്ട് തീരുമാനിക്കുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ, ഇതേപോലെ ഹോമോസെക്ഷ്വാലിറ്റി ഒരു ഡിസോർഡർ ആണോ അല്ലേ എന്നുള്ളത് 1973 സൈക്യാട്രിസ്റ്റുകളുടെ മീറ്റിങ്ങിൽ, സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും മീറ്റിങ്ങിൽ വോട്ടിങ്ങിനിട്ട് തീരുമാനിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വോട്ടിങ്ങിന് ഇടേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ അത്രയധികം പൊളിറ്റിക്കൽ സമ്മർദ്ദം ഉണ്ടാക്കാൻ ഈ പറയുന്ന ഗേ മൂവ്മെൻറ്റിന് സാധിച്ചു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചാരണമായി മാറിയിട്ടുണ്ട്. ലൈംഗിക സ്വാതന്ത്ര്യം, ലൈംഗിക ഉദാരത എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഇതെന്തിനാണ് നിങ്ങൾ തുറിച്ചു നോക്കുന്നതെന്നാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ തുറിച്ചു നോക്കുന്നത്? അതുവരെ കാണാത്ത ഏറ്റവും വലിയൊരു വൃത്തികേട് ഒരു സ്ഥലത്ത് അരങ്ങേറുമ്പോൾ ആളുകൾ തുറിച്ചു നോക്കും, അസ്വസ്ഥരാകും, അല്ലേ? എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കും. അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ക്യാമ്പസിൽ സാംസ്കാരികമായ വലിയൊരു അധപ്പതനത്തിൻ്റെ പോസ്റ്ററുകൾ എല്ലായിടത്തും ഒട്ടിച്ചു വെച്ച് ആ കർമ്മങ്ങൾ കുട്ടികൾക്ക് മുമ്പിൽ നാണവും മാനവും ഇല്ലാതെ ചെയ്യുമ്പോൾ, മൃഗങ്ങൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന സംഗതികൾ മനുഷ്യരാൽ ക്യാമ്പസിൽ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, നമ്മൾ തുറിച്ചു നോക്കും, നമ്മൾ ചോദ്യം ചെയ്യും. അതിൽ അവരസ്വസ്ഥരായിട്ട് കാര്യമില്ല. ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ ബാക്കിയായ ധാർമ്മികതയുടെ ഒരു അംശം കൊണ്ടാണ്.
നാണവും മാനവും ഉള്ളത് കൊണ്ടാണ് ഈ ചെയ്തികളെ നമ്മൾ തുറച്ചു നോക്കുന്നത്, അതിനെ എതിർക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അവർ പോസ്റ്റർ ഒട്ടിച്ചിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ തുറച്ചു നോക്കുന്നത്? നമ്മൾ തുറച്ചു നോക്കുന്നതിൽ കാര്യമുണ്ട്, ഇതായിരുന്നില്ല നമ്മുടെ സംസ്കാരം. അപ്പോൾ അവരാഗ്രഹിക്കുന്ന സംസ്കാരം ഇതാണ്. ഇത് നമ്മൾക്ക് മാത്രമല്ല, സാക്ഷാൽ പുട്ടിന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവിടെ ആൻറ്റി ഗേ ലോ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ SFIക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പുട്ടിന് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനും ഇതൊന്നും അംഗീകരിക്കാൻ പാടില്ല, കഴിയില്ല എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് എന്തുണ്ടായി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഈ LGBT എന്ന് പറയുന്ന ടേമിൽ പോലും ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഐഡൻറ്റിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതെങ്ങനെയാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? എല്ലും ജിയും ബിയും സത്യത്തിൽ ഓറിയൻറ്റേഷൻസ് ആണ്. സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ ബേസിലാണ് ആ നാമധേയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ടി എന്ന് പറയുന്നത് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഞാനൊരു ആൺ ശരീരമാണെങ്കിലും പെണ്ണാണ് ഉള്ളിൽ എന്ന് ഒരാൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ എൻ്റെത് പെൺ ശരീരമാണ് എന്നാൽ ഞാൻ ആണാണ് ഉള്ളിൽ എന്ന് ഒരാൾക്ക് തോന്നുന്ന ഒരു അസ്തിത്വ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ടി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഇതിൽ പെടുക? ഇനി അതിൽ തന്നെ എ എന്ന് പറഞ്ഞാൽ അസെക്ഷുവലാണ്, അയാൾക്ക് ഒന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. അതൊരു പക്ഷേ ലൈംഗിക ഓറിയൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെടുത്താമെന്ന് വിചാരിക്കുക. ഐ അതിലുണ്ട്, LGBTQAI. എന്താണ് ഐ? ശാരീരികമാണോ മാനസികമാണോ? അത് ശാരീരികമാണ്, തികച്ചും ശാരീരികമാണ്. നമുക്ക് ചികിത്സിക്കാവുന്നതാണ്, സർജറി ഇതൊക്കെ മാറ്റാവുന്ന സംഗതിയാണ്. അതിപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആണിൻ്റെതും പെണ്ണിൻ്റെതുമായ ലൈംഗിക അവയവങ്ങളോ പ്രത്യുൽപാദന അവയവങ്ങളോ രൂപപ്പെടുക, അല്ലെങ്കിൽ മിക്സായി പോവുക, അപൂർണമാവുക, ഇതൊരു ശാരീരികമായ പ്രശ്നമാണ് അല്ലെ? അത് മാറ്റാവുന്ന മാത്രമാണ്, മാറ്റി ചികിത്സിക്കാവുന്നതാണ്. അങ്ങനെ ചികിത്സ നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അതൊരു ഓറിയൻറ്റേഷനായിട്ടോ ഐഡൻറ്റിറ്റി ആയിട്ടോ വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ മനുഷ്യർക്ക് എത്ര വിരലുകളുണ്ട്? കൈക്ക് എത്ര വിരലുകളുണ്ട്? ലോകത്ത് 10 വിരൽ മാത്രമുള്ളവരേ ഉള്ളൂ. 11 ഉള്ളവരില്ലേ? നിങ്ങളോട് പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, കൈക്ക് എത്ര വിരലുണ്ടെന്ന് വെച്ചാൽ 11 എന്ന് പറയുമോ? അല്ല 10ഉം 11ഉം 12ഉം ഒക്കെ ആകാം എന്നാണോ പറയുക? ഇല്ല, നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു സാധനമുണ്ട് 10. അതിൽ നിന്നുള്ള മാറ്റങ്ങൾ അബ്നോർമാലിറ്റിയാണ്, അബറേഷൻസ് ആണ്. അത് നമ്മൾ ഒന്നുകിൽ ചികിത്സിക്കും, അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കും, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. അത് തന്നെയാണ് അസെക്ഷുവൽസിൻ്റെ കാര്യം. ബേസിക്കലി 2 സെക്സേ ഉള്ളൂ, മെയിൽ ഫീമെയിൽ. അതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോകുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അത് എന്തല്ല, മൂന്നാമതൊരു സെക്സ് അല്ല, ആണോ? തേർഡ് ജെൻഡറോ തേർഡ് സെക്സോ അല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സ്പെക്ട്രം എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ അംബ്രല്ല ടേം എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് വലിയൊരു രാഷ്ട്രീയം കുത്തിത്തിരികിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളതിനെക്കുറിച്ച്. എന്നിട്ട് അവസാനം ഒരു പ്ലസും കൂടി എഴുതിയാൽ എന്തും അതിൽ ചേർക്കാന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഞാൻ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. ഈ ഹോമോസെക്ഷുവാലിറ്റീൻ്റെ പേര് പോലും നിങ്ങൾ നോക്ക്. പണ്ട് സൊഡോമി എന്നായിരുന്നു, സൊദോം ഗമോറ എന്ന് പറയുന്ന ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ആ കാലഘട്ടത്തിലെ ആ സംഗതികളുടെ ബാക്കി എന്നുള്ള അർത്ഥത്തിൽ, വൃത്തികെട്ട ഒരു പ്രവർത്തനം എന്നുള്ള അർത്ഥത്തിൽ മിക്കവാറും എല്ലാ രാജ്യത്തും നിരോധിക്കപ്പെട്ടിരുന്ന ശിക്ഷാർഹമായ ഒരു സാധനമായിരുന്നു സൊഡോമി എന്ന് പറയുന്നത്. അതേ കാര്യം കുറച്ചു കാലം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിൻ്റെ പേര് ഹോമോസെക്ഷുവാലിറ്റി എന്നായി. ഒരു 2000 കാലഘട്ടത്തിൽ ഹോമോസെക്ഷുവാലിറ്റി. അപ്പോൾ ആ പേര് മാറിയപ്പോൾ അതിന് കുറച്ചും കൂടെ മാന്യത കൈവന്നു. അതൊരു കണ്ടീഷനാണല്ലോ, ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അത് ചിലരത് സ്വീകരിക്കുന്നു, ചിലരെ സ്വീകരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനായിട്ട് അത് മാറി. കാലം കുറച്ചുകൂടി മുന്നോട്ടെത്തി. ഇപ്പം അതെന്തായി മാറി? ഗേ എന്ന് പറഞ്ഞാൽ അതൊരു ഐഡൻറ്റിറ്റിയായി മാറി. അതൊരു കണ്ടീഷനുമല്ല, അതൊരു കുറ്റകരമായ തെറ്റുമല്ല. എന്താണത്? അയാളുടെ ഐഡൻറ്റിറ്റി അല്ലേ, അതിനെന്ത് ചെയ്യാൻ പറ്റും? അയാൾ നിസ്സഹായനല്ലേ, അയാളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് എന്നൊരവസ്ഥയിലേക്ക് അത് എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പലരും പറയാറുള്ള കാര്യമാണ്, ജനറ്റിക്കലി അവരങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാം, അവരുടെ നിർമ്മിതി അങ്ങനെയല്ലേ, അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചതല്ലേ, അപ്പോൾ അവരെന്ത് ചെയ്യാനാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലവും ഇന്ന് വരെയുള്ള ഗവേഷണങ്ങൾ അനുസരിച്ച് അതിനില്ല എന്നുള്ളതാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ സ്റ്റഡി നടന്നത് 2019 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ആ സ്റ്റഡി അനുസരിച്ച് നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്, SQ28 എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, ഒരു ജനറ്റിക് സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം കൊണ്ടാണ് അവരിങ്ങനെ ആയി പോകുന്നതെന്നാണ്. അങ്ങനെ ഒരു സാന്നിധ്യവും ഇല്ല എന്നാണ് ഏറ്റവും വലിയ ഗ്വാസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ, ജീനോം വൈഡ് അസോസിയേറ്റഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന സ്റ്റഡികളിൽ ഒന്നാണ് ആ ടൈപ്പ് സ്റ്റഡികൾ. അതിൽ തന്നെ അവർ സാമ്പിളായിട്ട് 5 ലക്ഷത്തോളം വരുന്ന സാമ്പിൾ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പിൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒന്നാണ്. അത്രയും വലിയ സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. ആ സാമ്പിൾ വെച്ചുള്ള സംഗതിയിലാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു ജീനൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇത് ജനറ്റിക്കലായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവും നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. നമ്മൾ വിചാരിക്കുന്നത് പല തരത്തിലുള്ള ഫാക്ടർ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത് ജനറ്റിക്കലാവാം, അതല്ലെങ്കിൽ എൻവയോൺമെന്റലാകാം, അങ്ങനെ പലതും ഉണ്ടാകാമെന്നാണ് നമ്മൾ ശരിവെക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകും, എല്ലാത്തിനും ഉണ്ടാവാമല്ലോ അത്.
എല്ലാ സംഗതിക്കും ഉണ്ടാവും. ഇപ്പം നിങ്ങളൊരു ക്രിമിനലിനെ എടുത്താലും അങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങൾ ഉണ്ടാവും. നമ്മൾ പറയുന്നത് അതുമല്ല. ഇനിയിപ്പോൾ ഒരു കാലഘട്ടത്തിൽ സയൻസ് ഇങ്ങനെ ജനറ്റിക് ഫാക്ടർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചോ, എന്നാൽ പോലും പ്രശ്നമില്ല. നമ്മൾ പറയുന്നത് എന്താണ്, ജനറ്റിക്കലായിട്ടുണ്ടെങ്കിൽ പോലും മനുഷ്യന് ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് കഴിയില്ല എന്നാണ് തെളിയിക്കേണ്ടത്. ഒരാൾ നിസ്സഹായനായിട്ട് ഇത് തന്നെ ചെയ്യണം എന്നതിന് വല്ല തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തെളിവിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മനുഷ്യർ നമ്മളൊക്കെ കല്യാണം കഴിക്കാത്തവരാണ് ഇവിടെ ഭൂരിപക്ഷം ഉള്ളതെന്ന് വിചാരിച്ചോ. ഈ കല്യാണം കഴിക്കാത്ത ആളുകൾ ജനറ്റിക്കലി ഹെട്രോസെക്സിന് കപ്പാസിറ്റി ഉള്ളവരായിരിക്കോ ഇല്ലാത്തവരായിരിക്കോ? ഉള്ളവരാണ് സ്വാഭാവികം, എല്ലാ ആൾക്കാരും. പക്ഷേ യുവാക്കളാകുന്നത് വരെ നമുക്ക് അക്കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലേ, വേണോ വേണ്ടെന്ന് ഇല്ലേ? അതേപോലെ ഹെട്രോസെക്സിന് പകരം ഒരു ഹോമോസെക്ഷൽ ജീൻ ഉണ്ട് എന്ന് വിചാരിച്ചോ, അയാൾക്കപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റേണ്ടതില്ലേ ഇത് ചെയ്യണോ ചെയ്യണ്ടെന്ന്? ഇല്ലേ? ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് വിചാരിച്ചോ, ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റും, വേണ്ടെന്ന് വെക്കാൻ പറ്റും. ആ തീരുമാനം പറയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ഇന്നത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ജനറ്റിക്കൽ ഡിറ്റർമിനൻസ് ഉണ്ടെങ്കിൽ പോലും, ജനറ്റിക്കൽ ഡിറ്റർമിനൻസ് ഉണ്ടെന്ന് നമുക്ക് പല കാര്യങ്ങൾക്കും വാദിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റിയാലിറ്റിക്ക് വാദിക്കാം, ഇൻസെസ്റ്റിന് വാദിക്കാം, അങ്ങനെ എല്ലാത്തിനും വാദിക്കാം നമുക്ക് ഇങ്ങനെ ഒരാളുണ്ട്. പക്ഷേ അതുണ്ടെങ്കിൽ പോലും മനുഷ്യർ നമ്മൾ പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടാവുന്ന സംഗതി ഇതാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റ് വിജയിച്ചാലും ഉണ്ടാവാൻ പോകുന്ന ഇത് തന്നെയാണ്. ഇപ്പോൾ സ്വീഡനിൽ നടത്തിയൊരു സ്റ്റഡി, അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ ഉണ്ടായ ഒരു 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഈ ജെൻഡർ ഡിസ്ഫോറിയയിൽ ഉണ്ടായിരിക്കുന്ന വളർച്ചയാണ് 1500% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ എന്താ? ആണിന് പെണ്ണായി തോന്നുക, പെണ്ണിന് ആണായി തോന്നുക, കുട്ടികളുടെ ഇടയ്ക്ക് കാണുന്ന അതുകൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദത്തെയാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. ആ ഒരു കൺഫ്യൂഷൻ, ആ കൺഫ്യൂഷൻ കൊണ്ടുണ്ടാകുന്നൊരു സമ്മർദ്ദം, അതിലുണ്ടായിരിക്കുന്ന വർധനമാണ് 1500% 10 വർഷം കൊണ്ട്. അതും പെൺകുട്ടികളിലാണ് വളരെ കൂടുതൽ ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ കുട്ടികളിലും അവരെ കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, അതിൽ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു തലമുറ വളർന്നു വരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് സംഭവിക്കുക എന്നുള്ളതാണ് ജെൻഡർ ഡിസ്ഫോറിയയുടെ കേസ്. ഇത് പിന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകമാണ്, 2020 21 ഇറങ്ങിയ ഒരു പുസ്തകമാണ്, ഇറിവേഴ്സിബിൾ ഡാമേജ്, ടീനേജ് ഗേൾസ് ആൻഡ് ദ ടീനേജ് ട്രാൻസ്ജെൻഡർ ക്രേസ് എന്നാണ്. ഇത് അബിഗേൽ ശ്രീർ യഥാർത്ഥത്തിൽ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള ഒരു പ്രശസ്തമായ പത്രത്തിൻ്റെ പേരെന്നോട് മറന്നുപോയി, അതിലെ കോളമിസ്റ്റാണ്. അവർക്ക് ഈ പാരൻസിൻ്റെ അടുത്ത് നിന്ന് നിരന്തരമായിട്ട് ഈ ഒരു വിഷയം, ഞങ്ങളുടെ പെൺകുട്ടികൾ ഇങ്ങനെ പൊയ്ക്കളയാണ്, അവർ കാണാവണമെന്ന് പറയാണ്, അവർ സർജറിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരിതിനെക്കുറിച്ച് പഠനം നടത്താൻ തീരുമാനിച്ചു. അവരിങ്ങനെ മാറാൻ ടെൻഡൻസിയുള്ള ഒരുപാട് പെൺകുട്ടികളെ കണ്ടു, സംസാരിച്ചു, ഇൻ്റർവ്യൂ നടത്തി, അവരെക്കുറിച്ച് പഠിച്ചു. എന്നിട്ട് എഴുതിയ പുസ്തകമാണ് ഈ ഒരു സംഗതി. അതിലവർ പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാഫിയ താല്പര്യങ്ങൾ, പ്രചാരണങ്ങൾ, വെബ്സൈറ്റുകൾ, അങ്ങനെ ഒരുപാട് സംഗതികളെ എക്സ്പോസ് ചെയ്ത ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് കേവലം സയൻസ് അല്ല, ഇതിന് പിന്നിൽ വലിയൊരു പൊളിറ്റിക്കൽ അജണ്ട, താല്പര്യങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൽ തന്നെ വലിയൊരു കച്ചവടം. ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനായി മാറിക്കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് പ്യൂബർട്ടൽ ബ്ലോക്കേഴ്സാണ്. ഒരു കുട്ടി പ്രായപൂർത്തിയെ ബ്ലോക്ക് ചെയ്ത് വെക്കുക, അവരുടെ പ്രായപൂർത്തിയാകാൻ സമ്മതിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക, അങ്ങനെ കുട്ടിയുടെ പ്യൂബർട്ടി ഡിലേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോർമോണൽ തെറാപ്പി തുടങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്യൂബർട്ടൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ചുരുങ്ങിയത് $1200 എങ്കിലും അതിന് ചിലവാകുന്നുള്ളതാണ്. പിന്നെ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിക്ക്, ഇതൊക്കെ ലക്ഷങ്ങളുടെ വലിയൊരു വ്യാപാര ശൃംഖല കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലും ഈ പറഞ്ഞ തെറാപ്പിയൊക്കെ നിരോധിക്കാൻ പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു വഴിയേ മുന്നിലുള്ളൂ. അടിസ്ഥാന ചോദ്യം അതാണ്, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബോഡിയാണോ ഇത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല എന്നുള്ളതാണ്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ബോഡി ഈസ് നോട്ട് മൈ ചോയ്സ്, അല്ലേ? അള്ള എന്താണോ പറയുന്നത് അത് മാത്രമേ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറയുന്നത് മൈ ബോഡി മൈ റൈറ്റ് അബ്സല്യൂട്ട്ലി എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് അബ്സല്യൂട്ട് അല്ല. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും ആ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും മാത്രമുള്ള സാധ്യതകൾ മാത്രമേ വിശ്വാസിക്കുള്ളൂ. അതല്ല സമൂഹം സ്വീകരിക്കുന്നതെങ്കിൽ ലോകത്ത് നാശമുണ്ടാകും, ഫസാദ് ഉണ്ടാകും. അതിൻ്റെ തെളിവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ 13.8 മില്യൺ കുട്ടികൾക്ക് അച്ഛൻ ആരെന്നറിയാത്ത വീടുകളാണ്, അച്ഛൻ കയറി വരാത്ത വീടുകളാണ്, അച്ഛനില്ലാത്ത വീടുകളല്ല,
അച്ഛൻ ഉറങ്ങാത്ത വീടുകളല്ല, അച്ഛൻ കയറി വരാത്ത വീടുകളാണ്. അതുകൊണ്ടാണ് കുടുംബങ്ങൾ തകരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സമൂഹം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുവാൻ മൊറാലിറ്റിയിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.